അല്ല, മനസ്സിലായില്ല. അയ്യോ, ഞങ്ങളൊക്കെ എത്ര പെട്ടെന്ന് മറന്നോ? ഞാൻ പൗലോസ്. അത് മനസ്സിലായി. പിന്നെ ഇവരെയാണോ മനസ്സിലാവാത്തത്? അവരെയും മനസ്സിലായി. മുൻവശത്ത് ഒരു കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞെക്കാൻ. അതേ ഞെക്ക അകത്ത് ട്രൂറ് ബെല്ലടിക്കും. അതേപോലെ ഞെക്കാതെ ഇങ്ങോട്ട് നേരെ കേറി വന്നെന്താണോ മനസ്സിലാവാത്തത്? അല്ല, ഞങ്ങള് മണവാളനെയും മണവാട്ടിയെയും. അവരിവിടെ ഇല്ല. അപ്പോഴേ കിളവന്മാരെ അവര് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് കഴിയുക. അതിനിടയിൽ നിങ്ങൾ എന്തിനാ അവരുടെ പുറകെ ചുറ്റുന്നേ? ഞങ്ങൾ നരേന്ദ്രനെ ഒന്ന്. വേണ്ട, നിങ്ങളാണ് അവനെ മുഴുക്കുടിയനാക്കിയതും ചീറ്റാക്കിയതും. ഇനി അവനെ കാണാനെന്ന് പറഞ്ഞ് ഈ വീട്ടുമുറ്റത്ത് വന്നു പോരുത്. അത് പറയേണ്ടത് നിങ്ങളല്ല. ഇങ്ങനെയല്ലേ ഇവറ്റകളോട് പറയേണ്ടത്? ഞാൻ പറയാം. എടോ, അവന്റെ അച്ഛനെ കുടിപ്പിച്ച് ഒരു വഴിയിലാക്കി. ആ വകയിൽ നിങ്ങളും കുറെ ഉണ്ടാക്കിയെന്നാ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി ഈ ചെറുക്കനെ കൂടെ നശിപ്പിച്ചിട്ട് വേണം ബാക്കി കൂടി കൈക്കലാക്കാൻ. അല്ലേ? മാനവമര്യാദയില്ലാത്ത ശപ്പന്മാര്. കുറച്ചൊക്കെ മര്യാദയായിട്ട് സംസാരിച്ചാൽ കൊള്ളാം. ഞങ്ങൾക്ക് അന്തസ്സില്ലെന്ന് തന്നോട് ആരാ പറഞ്ഞത്? എടാ, പോടവിടുന്ന്, എറിഞ്ഞ് പോടവിടുന്ന്. എന്താ നിങ്ങൾ ഈ കാണിച്ചത്? ഇതൊക്കെ നരേന്ദ്രൻ അറിഞ്ഞാ എന്തോ ഉണ്ടാവുമെന്നറിയോ? ഓ, എന്താടി അവൻ ഞങ്ങളെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു പറ്റുവോ? ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ടൈപ്പാ മൂപ്പിലാൻ. ഒരു ചരട് വലിച്ചു കെട്ടിയില്ലെങ്കിലേ ഒടുക്കം മീരെ കണ്ണെഴുതിച്ചിരുത്തും. എല്ലാം അറിഞ്ഞ അവനിങ്ങോട്ട് വരച്ചടി. ഒന്ന് മുട്ടാൻ തന്നെ എന്റെ തീരുമാനം. ഒരു സെക്കൻഡ്, ഇപ്പൊ വരേ. അമ്മേ, അച്ഛാ, വെടി, ഉമ്മ, വെടി, വെടി, വാ, പോക്ക് പൊട്ടും. മത്തായിച്ചേട്ടനായി കൊടുത്തേക്ക്. ഇന്ന് ഞാൻ അണ്ടിങ്ങിന് വരുന്നില്ല. നല്ലതുപോലെയും കിട്ടി എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞേക്കണേ. ശരി. എന്ത് പറ്റി എല്ലാവർക്കും? ഒന്നുമില്ല. മീര എവിടെ? അവള് വന്ന പാടെ ഒറ്റ കിടപ്പാ. കരച്ചിലോടെ കരച്ചില്. ദാഹിച്ച വെള്ളം കുടിച്ചിട്ടില്ല അല്ലേ? ഞാനിവിടെ കൊണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എല്ലാം കണ്ടിട്ട് വന്നപ്പോഴേ അവൾക്ക് സങ്കടം. ഫാക്ടറി ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട് എന്ന് വേണ്ട 100 കൂട്ടം കാര്യങ്ങളുണ്ട്. നരേന്ദ്രൻ ഒറ്റയ്ക്കല്ലേ എല്ലാം തലയിൽ വെച്ചോണ്ടല്ലേന്നത്? അതിന് അവള് കരയുന്നെന്തിനാ? അയ്യോ, ഞങ്ങൾക്ക് ആർക്കും നരേന്ദ്രനോട് സ്നേഹമില്ല, സഹായിക്കണമെന്ന് ഒരു വിചാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവൾ കരയാ. എന്താ മീരി ഇത്? നരേന്ദ്രനെങ്ങാനും കണ്ടോണ്ട് വന്നാ അമ്മ മോശക്കാരിയാവില്ലേ? കൈ കഴുകിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കരഞ്ഞോ? എല്ലാം മോളുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. മോനെ സഹായിക്കണമെന്ന് അച്ഛന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ അച്ഛൻ മോന്റെ കൂട്ടത്തിൽ വന്നാ മോന് ഇഷ്ടപ്പെടുവോ? എനിക്കെന്താ ഇഷ്ടക്കുറവ്? കേട്ടില്ലേ? നാളെ മുതൽ നിങ്ങളും ഗോപുവും മോന്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവണമെന്ന്. മോനെ ഭാസ്കരേ, എന്തോ അളിയും പറഞ്ഞു കേട്ടില്ലേ? നാളെ മുതല് കമ്പനി കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാൻ. ഹലോ, ഗുഡ് മോർണിംഗ്. നരേന്ദ്ര, നിന്റെ ഓഫീസ് കൊള്ളാലോ. അളിയൻ തനിച്ചത് എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു? ബോറടിക്കില്ലേ? ഒരു സംശയം, എത്രായിരം രൂപയായി കമ്പനിയുടെ ഒരു വർഷത്തെ വരവും ചെലവും? ഭാസ്കര, നീ അപ്പുറത്തെ കാര്യം നോക്കിക്കോ, ഞാൻ ഇപ്പുറത്തെ കാര്യം നോക്കിക്കോ. ഓക്കെ. ആരാ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ? ആരാന്ന് വെച്ചാൽ വരാനാ പറഞ്ഞേ. തീരെ ഉത്തരവാദിത്തം ലഭിച്ച കണക്കൊന്നും കണ്ടില്ലേ കിടന്ന് പിടക്കണത്? ഇവിടെ അതിന്റെ സ്റ്റാർട്ടർ ഒന്ന് പിടിച്ച് തിരികെ. എടോ, ആ ട്യൂബിലൊന്ന് തടവിയാ മതി.
താൻ എന്താണോ ഈ കാണിക്കുന്നത്? ആദ്യം ആ ട്യൂബ് ഓഫ് ചെയ്യടോ കഴുതേ. എന്താ പറഞ്ഞേ? ഞാൻ ആരാന്ന് വിചാരിച്ചോ നീ? എഴുതിക്കോളൂ എഴുതിക്കോളൂ എഴുതിക്കോളൂ. മതി മതി പൊയ്ക്കോ, സാറ് കണ്ട വഴക്ക് പറയാം. എന്തിന്? പ്രിയ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഇവിടുത്തെ മാനേജീരിയൽ സ്റ്റാഫാ. അതൊക്കെ ശരിയാ, പക്ഷേ ജോലി സമയം ദുരുപയോഗപ്പെടുത്തിയാൽ ആരായാലും സാറ് സമ്മതിക്കില്ല. പോവാൻ പറ. ദേ സാറ്. എന്താ ഒരു തേങ്കച്ചവടം? ഒന്നുമില്ല, ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ ടൈപ്പ് ചെയ്യണോ മോനെ? എഴുതി പോസ്റ്റ് ചെയ്താ പോരെ? ആ നടക്ക്, നടന്നോളാൻ. ഓ, ആ ഫയലിളക്കി ചേർന്നോ. സർക്കാർ എന്തോടെ എഴുതിയിരിക്കുന്നത്? സർക്കാർ വിജ്ഞാപനം എന്നാണ് സാർ. ആഹാ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിച്ചത്, അതുകൊണ്ട് മലയാളം നല്ല പിടിയില്ല. മറുവശത്ത് ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്തിട്ടുണ്ട് സാർ. ഓഹോ, ഞാൻ സയൻസാ പഠിച്ചത്, ഇംഗ്ലീഷ് നല്ല പിടിയില്ല. ബാക്കി ഫയലുകളൊക്കെ നാളെ നോക്കാം. ഓ, ഈ ഫയലിലൊക്കെ അവിടെ കൊണ്ട് ശരി സാർ. എന്താ സിനിമ? സാർ, ആ പുതിയ ഇലക്ട്രീഷ്യൻ ഞങ്ങൾ വന്ന് തല്ലി. പുതിയ ഇലക്ട്രീഷ്യനോ? അതായത് സാർ, അക്കൗണ്ട്സിലെ ഫയലുകളെല്ലാം ഒരു ഇൻസ്പെക്ടർ വന്ന് പിടിച്ച് ആകെ കുഴപ്പമായിരിക്കുക. ആ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? TV നോക്കിയിരിക്കാണോ താൻ? എഴുന്നേരോ. താൻ എന്തോടെ കുത്തിവരച്ച് വെച്ചിരിക്കുന്നേ? ഓ, ഇറങ്ങിപ്പോ. ഇന്ന് നല്ല മൂഡിലാണല്ലോ. ആ, അവരൊക്കെ ഇന്ന് കൂടെ വന്നോണ്ടാവും. പിന്നെ അച്ഛനെ കൊണ്ട് വലിയ സഹായമായിരുന്നല്ലേ? ആയിരുന്നോ? നിന്റെ അച്ഛന്റെ കഴുത്തെ പിടിച്ച് ഒരു പൂമാല ഇട്ട് കൊടുക്കാൻ തോന്നി. ചേട്ടനോ? ഓ, ചേട്ടന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. നിന്റെ ചേട്ടന്റെ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് ആദരിക്കണം തോന്നി. ഓ, സമാധാനായി. ഗോപു പിന്നെ എട്ടും പൊട്ടും തിരിയാത്തവനാ. അയ്യോ, എന്നാര് പറഞ്ഞു? അവൻ എട്ടും പൊട്ടും തിരിഞ്ഞൊരു 9 നടക്കുകയായിരുന്നില്ലേ? അപ്പൊ സന്തോഷായില്ലേ? പിന്നെ സന്തോഷായോന്നോ? സന്തോഷം കൊണ്ട് എന്റെ കൺട്രോൾ തെറ്റിയിരിക്കുക. നീ പോയി ചോറ് വിളമ്പടി. എനിക്ക് വിശന്ന് കൊടലേരിയുന്നു. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങൾ ഒരുപാടുണ്ട്. നമുക്കൊന്ന് കൂടണ്ടേ? ഒരു കോക്ടെയിൽ. അയ്യോ മോനെ, എനിക്ക് കുടുംബപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരിക്കലാവട്ടെ. അതല്ല. അപ്പൊ പിന്നെ വെക്കട്ടെ മോനെ. കേട്ടോടി, എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ഇവരെ ശരിയാക്കിയതെന്ന്. ഞങ്ങളും കൂടെ കൂട്ടിയേർന്നില്ലായിരുന്നു, ഒരു വർഷത്തിനകം ആളിയൻ കുത്തുപാള എടുത്തേനെ. വാസ്തവം. ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. അവിടെ ഇലക്ട്രീഷ്യന്മാരെന്ന് പറഞ്ഞ് കുറെ എണ്ണം ഇരിപ്പുണ്ട്, അനങ്ങാപ്പാറകളായിട്ട്. ഞാൻ ചോദിച്ചപ്പോ പറയാ അവർക്ക് ചെയ്യാൻ പണികളൊന്നുമില്ല. അമ്പട കള്ളന്മാരെ. എന്നിട്ട് അവർക്കുള്ള പണികൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പലതും അഴിപ്പിച്ച് വീണ്ടും പിടിപ്പിച്ചു. അപ്പൊ അതാ കറണ്ട് പോയത്. ആ സമയത്ത് ഞാൻ ഫയലുകൾ കറക്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇവര് മൂന്നാളും കൂടി അവിടെ വന്ന് കുറെ പണിയെടുത്തു കേട്ടു. പിന്നെ നല്ല പണിയായിരുന്നു. അതിനെന്താ കൊടുക്കണ്ടേന്ന് ആലോചിക്കേ. അതിനൊന്നും കണക്ക് പറയാനില്ലെന്നേ. ഒരു കൂട്ട് വെച്ചോടുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അയ്യോ, അപ്പൊ നിങ്ങൾക്ക് എത്ര ശമ്പളം തന്നാലും മതിയാവില്ല അല്ലേ മോനെ? ശമ്പളോ? ഞങ്ങൾക്കോ? ശമ്പളം വാങ്ങിക്കാൻ ഞങ്ങൾ തൊഴിലാളികളോ? ഞങ്ങൾ കൂട്ടുകച്ചവടക്കാരാണ്. അപ്പൊ വീതമാണ് കിട്ടേണ്ടത്. എന്ത് വീതം? ലാഭവീതം അല്ലേ അളിയാ? ഓരോരുത്തർക്ക് കിട്ടേണ്ടത് ഞാൻ തന്നിരിക്കും. അതിപ്പോ തുല്യമായിട്ട് വീതിക്കണമെന്നില്ല. ഓരോരുത്തരുടെ ഗ്രേഡ് അനുസരിച്ച് വീതിച്ചാൽ മതി. അതെനിക്ക് മനസ്സിലായില്ല. അതെന്ത് ഗ്രേഡ്? അല്ല, അച്ഛന്റെ ഗ്രേഡ് എന്താ? എന്റെ ഗ്രേഡ് എന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ, നീ അളിയൻ. അങ്ങനെ കുറഞ്ഞു വരും ഗ്രേഡ്. അയ്യടാ, നമ്മുടെ സ്ഥാപനത്തിൽ അങ്ങനെ ഗ്രേഡ് ഒന്നും വേണ്ട. വീതിക്കുമ്പോ എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കണം അല്ലേ അളിയാ? ഭക്ഷണം നല്ലോണം കഴിച്ചില്ലല്ലോ. വേണ്ട, വയറ് നിറഞ്ഞു. പിന്നെ
അവരെന്തേലൊക്കെ പറഞ്ഞിട്ടുണ്ടേ എന്നെ ഓർത്ത് ക്ഷമിക്കണം. അവർക്ക് അതിനുള്ള വിവരമില്ലെന്ന് കൂട്ടിയാ മതി. വിവരമില്ലാത്ത എനിക്കാ